വനിതാ ദിനത്തോടനുബന്ധിച്ച് സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ ചരിത്രത്തിൽ ആദ്യമായി സമ്പൂർണ്ണ വനിതാ പഞ്ചവാദ്യം അരങ്ങേറി. എടപ്പാളിനടുത്ത് കണ്ടനകത്ത് നടന്ന പരിപാടിയിൽ 75 സ്ത്രീകൾ ഉൾപ്പെട്ട മാതൃകാ വനിതാ പഞ്ചവാദ്യ സംഘമാണ് 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള പഞ്ചവാദ്യം അവതരിപ്പിച്ചത്. 10 വയസ്സ് മുതൽ 74 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകളാണ് സംഘത്തിൽ പങ്കെടുത്തത്. 21 തിമില, 10 മദ്ദളം, 8 ഇടയ്ക്ക, 14 കൊമ്പ്, 21 ഏലത്താളം, 1 ശംഖ് എന്നിവ ഉൾപ്പെടുത്തിയാണ് പഞ്ചവാദ്യം. പരിപാടിക്ക് മുമ്പായി സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യത്തിന്റെ വാദ്യകലാ പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും നടന്നു. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻ മാരാർ, കരിയന്നൂർ നാരായണൻ നമ്പൂതിരി, മട്ടന്നൂർ ശ്രീകാന്ത്, മട്ടന്നൂർ ശ്രീരാജ് എന്നിവർ ഗണപതി കൈക്കൊട്ടിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. തുടർന്ന് നടന്ന സാംസ്കാരിക സദസ്സ് കെ അജിത് ഉദ്ഘാടനം ചെയ്തു. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻ മാരാർ അധ്യക്ഷത വഹിച്ചു. ആലംകോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. MLA-മാരായ KT ജലീൽ, P നന്ദകുമാർ, നോർക്ക ചെയർമാൻ P ശ്രീരാമകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 2010 മുതൽ വാദ്യകലാ രംഗത്ത് പ്രവർത്തിക്കുന്ന സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യം വാദ്യകലാ പഠനത്തിനും പരിശീലനത്തിനും പ്രാധാന്യം നൽകുന്ന സ്ഥാപനമായി ശ്രദ്ധേയമാണ്. വനിതകൾക്ക് ഈ മേഖലയിലേക്ക് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ തുടരുമെന്നും സ്കൂൾ ഡയറക്ടർ സന്തോഷ് സോപാനം അറിയിച്ചു. CNTV എടപ്പാൾ.